രാഷ്ട്രീയത്തോട് പൊതുവെ ആഭിമുഖ്യമുള്ളവരല്ല ശാസ്ത്രജ്ഞർ. അവർ മറ്റൊരു ലോകമാണ്. എന്നാൽ രാഷ്ട്രീയവുമായി ബന്ധമുള്ളതാണ് ശാസ്ത്രം. എങ്കിലും ഇവരത് സാധാരണ അങ്ങനെ അതിലോട്ട് താല്പര്യപ്പെടാറില്ല. ഇന്ത്യയിൽ ഒരു മഹാശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, കടുത്ത രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ട ഒരാൾ. നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാം, പുതിയ തലമുറയ്ക്ക് അറിയണമെന്ന് തന്നെ ഇല്ല. അദ്ദേഹം ഒന്നാമത്തെ ലോകസഭയിൽ 1952 പശ്ചിമ ബംഗാളിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് ലോകസഭാ അംഗവുമായി. അതാണ് മേഘനാഥ് സാഹ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ പരിശോധിച്ചാൽ ആ നക്ഷത്രത്തിൻ്റെ ജനനവും അവസാനവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്. സാഗ സൂത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പിൽക്കാലത്ത് ബഹിരാകാശ ശാസ്ത്രത്തിന് വലിയ സംഭാവനകളാണ് നൽകിയത്. ഇദ്ദേഹം നെഹ്റുവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിട്ട്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ, അതായത് നെഹ്റു ഈ മേഘനാഥ് സാഹയെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അംഗവുമാക്കി. ഈ ഒന്നാമത്തെ ലോകസഭയിൽ ന്യൂക്ലിയറിനെ കുറിച്ചും ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചുമൊക്കെ വാചാലമായി സംസാരിച്ചൊരു വ്യക്തി കൂടിയാണ് ഈ മേഘനാഥ് സാഹ. അദ്ദേഹം 1956 മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു പ്രായം.